Yes, guys, finally the wait is over. The bloody Marco and the bloody song. The blood song, the single song ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് 5 മണിക്ക് ഇറങ്ങേണ്ട സാധനമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ഉണ്ണിമൂന്തന്റെ ഒരു സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു. ഇത് ആക്ച്വലി യൂട്യൂബിന്റെ ഗൈഡ് ലൈൻസ് തെറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർ റിമൂവ് ആക്കിയിട്ടുണ്ട്. സോ അവർക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല ബിക്കോസ് ഓഫ് ദ വയലൻസ്. അപ്പൊ അത് റീകട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 1 മണിക്കൂർ മുമ്പ് എഗെയിൻ ഇറക്കിയിട്ടുണ്ട്. ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട്. സോ വെരി എക്സൈറ്റഡ് ടു വാച്ച് ദ മാർക്കോ, ഉണ്ണി മുകുന്ദൻ ആൻഡ് എങ്ങനെയുണ്ട് നോക്കാം. ദപ്സി ആൻഡ് റവി ബസ്റൂർ ആണ് ഇതിന്റെ മ്യൂസിക് ആൻഡ് വോക്കൽസ് ചെയ്തിരിക്കുന്നത്. മാർക്കോ, പൊന്നു മാർക്കോ, എന്റെ പൊന്നടാവേ, ഒരു തരം ഐറ്റം, ഒരു രക്ഷയില്ല, വേറെ ലെവൽ സാധനം, മരണമാസ ഐറ്റം, ദ ബ്ലഡി ദ ഡെവിൾ ഓഫ് എ സോങ്. നമ്മൾ മാർക്കോന്റെ ടീസർ കണ്ടു, ആ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടു. ആ സമയത്തൊക്കെ ഉണ്ടാക്കിയ തീ അതേപോലെ ഒന്നുകൂടി ആളി പടർത്തിയിട്ടുണ്ട് ഈ ഒരു സോങ്. ദ ഫസ്റ്റ് സിംഗ്, ദ ബ്ലഡി സോങ് തന്നെ പറയണം. ബിക്കോസ് ഇതൊരു ചോരക്കളമാണ്. ബിക്കോസ് നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇതിലെന്നെ നിങ്ങൾ ചോര ഫുള്ള് ബ്ലഡാണ്, സ്ക്രീനിൽ ഫുള്ള് ബ്ലഡ്. പിന്നെ ഓരോ സീൻ കാണിക്കുന്നുണ്ട്, കൈവെട്ടുന്ന സീനും കാര്യങ്ങളിലെല്ലാം, ബ്രിഡ്ജിൽ കിടക്കുന്ന സീന്. ബിക്കോസ് അതിൽ ഒരു വി എഫ് എക്സ്, ഐ ഡോണ്ട് നോ ദാറ്റ് സി ജി വർക്ക് ആയിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് യൂട്യൂബ് ആക്ച്വലി ഇത് നേരത്തെ ഇട്ടിട്ട് അത് വയലേഷൻ ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് ഓവർ വയലൻസ് ആണ് എന്ന് പറഞ്ഞ് അത് കട്ട് ചെയ്യാൻ പറയണത്. എന്നിട്ടാണ് ഇവർ കട്ട് ചെയ്തിട്ട് ഇട്ടത്. അപ്പോൾ ഫസ്റ്റ് ഇറക്കിയ സാധനം എന്തായിരിക്കും, അത് കണ്ടവരുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. എനിക്ക് കാണുന്നുണ്ടായിരുന്നു, പക്ഷെ അതിന് മുമ്പേ അവർ റിമൂവ് ആക്കി കളഞ്ഞു. അത് എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു സംഭവം ഇതിനിടയായിട്ട് നടന്നിട്ടില്ല. ഫസ്റ്റ് അതിന്റെ ഒറിജിനൽ ക്രിയേറ്റർ ഒരു 5 മണി നിശ്ചയിച്ചത് ഇടുന്നു, അത് കഴിഞ്ഞിട്ട് യൂട്യൂബ് വയലേഷൻ ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് ഓവർ വയലൻസ് ആണെന്ന് പറഞ്ഞിട്ട് അത് കട്ട് ചെയ്യുന്നു. ഇവർ എഡിറ്റ് ചെയ്ത് അഗെയിൻ ഇടുന്നു. ആൻഡ് സച്ച് എ സോങ്, സച്ച് എ ഡെവിൾ ഓഫ് എ സോങ്, സച്ച് എ ഹെൽ. നമ്മളിപ്പോൾ നരകത്തിലേക്കായിട്ട് പോയിട്ട് വന്നു, മാർക്കോയുടെ നരകത്തിലേക്കാണ് ഇപ്പോൾ പോയിട്ട് വന്നത്. ആൻഡ് പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, യെസ്, റവി ബസ്റൂർ, ദാറ്റ്സ് എ നെയിം വി ഹാവ്. റവി ബസ്റൂറിന്റെ ഒരു പീക്ക് ലെവൽ സാധനമാണ് ഇതിൽ കാണുന്നത്. മ്യൂസിക് വേറെ ലെവൽ സാധനം, ഒരു രക്ഷയില്ല. മാർക്കോ എന്ന് പറയുന്ന ക്യാരക്ടറിന് പറ്റിയ എന്താണോ ഉദ്ദേശിക്കുന്നത് അതാണ് കൊടുത്തിരിക്കുന്നത്. മൂപ്പരുടെ ആ ഒരു സിഗ്നേച്ചർ ഉണ്ട് ഈ ഒരു പാട്ടിൽ. ആൻഡ് എന്റെ ലിറിക്സിലത് വിനായക് ശശികുമാറാണ്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് വിനായക് ശശികുമാറിന്റെ റാപ്പ് സോങ്ങിലും മറ്റുള്ള രീതിയിലൊക്കെ. വേറെ ലെവൽ സാധനമാണ്. ആൻഡ് വോക്കൽസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം ദപ്സിയാണ്. പക്ഷെ ദപ്സിനെ കുറിച്ച് ഞാൻ തുറന്നു പറയട്ടെ ഗൈസ്, ഐ ഡോണ്ട് നോ, വിനായക് ശശികുമാറിന്റെ മ്യൂസിക് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിനായക് ശശികുമാറിന്റെ ലിറിക്കൽ ആ ഒരു സാധനം ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു പാട്ടിൽ ദപ്സിന്റെ വോക്കൽസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഹാഫിലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഐ ഡോണ്ട് നോ, കുറച്ച് ഓവർ അല്ലേ എന്നൊരു സംശയം. ഒരു കേൾക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചൊരു അരോചകമായിട്ട് എന്തോ ഒരു ഫീല് തോന്നുന്നുണ്ട്. എനിക്ക് എത്രമാത്രം ബാക്കിയുള്ളവർക്ക് തോന്നിയെന്ന് അറിയില്ല, പക്ഷെ നിങ്ങൾ കേട്ട് നോക്കൂ. ഐ ഡോണ്ട് നോ, ദപ്സിയുടെ കുറെ പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഒരു സുഖം ഇതിൽ ഭയങ്കര ഓവർ സ്ട്രെയിൻ എടുത്ത് അല്ലെങ്കിൽ തൊണ്ട പൊട്ടി അലറി വിളിച്ച് പാടുന്നത് പോലൊരു സാധനം ഇതിൽ കേൾക്കുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ ഇസ് ഓക്കെ. ബട്ട് അത് കുറച്ചും കൂടി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ആക്കുവാണെങ്കിൽ മേ ബി ഒരു കേൾക്കുന്ന ആ ഒരു പവർ ഇല്ലേ, അല്ല ലിറിക്കലിലും അല്ല മ്യൂസിക്കലും ഉള്ള ഒരു പവർ ആ വോക്കസിലേക്ക് വരുമ്പോൾ ചെറുങ്ങനെ മിസ്സാവുന്നുണ്ട്. അത് ഓവർ അലറി വിളിച്ചിട്ട് മിസ്സാവുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക് പേഴ്സണലായി തോന്നി. വേറെ ആർക്കും തോന്നണമെന്നില്ല. ഐ ഡോണ്ട് നോ. ഞാൻ കമന്റ്സ് കണ്ടു, ഇൻസ്റ്റയിൽ ഇങ്ങനെ കമന്റ്സ് കണ്ടു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത്. സോ അതെനിക്ക് ഫീൽ ചെയ്തു, ടു ബി ഫ്രാങ്ക്. ബട്ട് ഓവറോൾ ദ സോങ് ഈസ് സച്ച് എ ബ്ലഡി സോങ്. ആൻഡ് എനിക്ക് അറിയില്ല ഇനി മാർക്കോ റിലീസാവുന്ന സമയത്ത് ചിത്രത്തിൽ, പിക്ചറിൽ, സിനിമയിൽ എന്തൊക്കെയാണ് വയലൻസ് ഇല്ലത് പറഞ്ഞത്. അത് ഇനി ഇത് എന്താ പറയാ, നിങ്ങൾ വിചാരിക്കണ്ട, ഇത് നേരത്തെ പറഞ്ഞ പോലെ വയലൻസിന്റെ അതിപ്രസരം മൂലം യൂട്യൂബ് തന്നെ ഇതിറക്കാൻ വിട്ടിട്ട് പിന്നെ കട്ട് ചെയ്തിട്ട് അപ്പൊ ഒരു പാട്ടിൽ സിംഗിൾ സോങ്ങിലാണ് ഇങ്ങനെ വന്നത്. അപ്പൊ ഓവറോൾ സിനിമ എങ്ങനെയായിരിക്കും? അപ്പൊ സിനിമക്ക് സെൻസർ ബോർഡ് കത്തി വെച്ച് എങ്ങനെ ഉണ്ടാവും? ഐ ഡോണ്ട് നോ, ഐ റിയലി ഡോണ്ട് നോ. നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും മലയാള സിനിമ ഇതുവരെ കാണാത്ത വയലൻസ്, ഇതുവരെ കാണാത്ത സ്റ്റൈലിഷ് സംഭവങ്ങൾ മാർക്കോയിൽ നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കാം. സോ കട്ട വെയിറ്റിംഗ്, യാതൊരു സംശയമില്ല. കട്ട വെയിറ്റിംഗ് ഫോർ മാർക്കോ. നമ്മുടെ ഉണ്ണി മുകുന്ദൻ ആൻഡ് റവി ബസ്റൂറിന് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. മാർക്കോയുടെ നരകത്തിലേക്ക് നമുക്ക് പോകാം. സോ ഗൈസ്, താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ്. ആൻഡ് ഒരു കാര്യം കൂടി പറഞ്ഞ് നിർത്തുകയാണ്, നമ്മുടെ യൂട്യൂബ് ചാനൽ ഇന്ന് 2 ദിവസം മുമ്പ് 2000 സബ്സ്ക്രൈബേഴ്സ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ യുവർ സപ്പോർട്ട്. ഓരോ സബ്സ്ക്രിപ്ഷനും വളരെ നന്ദി, യുവർ ലൈക്കിനും നിങ്ങൾ കമന്റ് ചെയ്യുന്നതിന് ഓരോരുത്തരോടും നന്ദി പറയാണ്. ഇത് ചെറിയൊരു കാര്യമായിരിക്കാം, പക്ഷെ എന്നെ സംബന്ധിച്ച്
സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു കാര്യമാണ്. നമ്മുടെ ഫാമിലി 2000 സബ്സ്ക്രൈബേഴ്സിലേക്ക് ആ ഒരു എണ്ണത്തിലേക്ക് എത്തിയെന്ന് പറയുന്നത്. ഇനിയും കൂടുതൽ കുറേ ദൂരം പോകാനുണ്ട്, എന്തായാലും പോകും. കൺസിസ്റ്റൻസി ഈസ് ദ കീ, അത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശവും. സോ കൂടെ ഉണ്ടാവുന്ന വിശ്വസിക്കുന്നു, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. സോ കീപ് വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ് ആൻഡ് റിമെമ്പർ ദ നെയിം ഗൈസ്, ബാൾഡ് ആൻഡ് ബിയർഡ് റിയാക്ട്സ്.